നമ്മൾ ആരുടെയും മെഡിസിൻസ് ആരുടെയും നിർത്താറില്ല. കാരണം മെഡിസിൻ നിർത്താനുള്ള റേറ്റ്സ് നമുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. തലയിൽ നമ്മൾ ചില പെർട്ടിക്കുലർ പോയിന്റ്സിൽ നീഡിൽ ചെയ്തിട്ട് ഇലക്ട്രിക് സ്റ്റിമുലേഷൻ കൊടുക്കുക. ENMS എന്നാ പറയാം, ഇലക്ട്രോ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻ എന്ന് പറയും. നമ്പർ ഓഫ് അവേഴ്സിലല്ല കാര്യം, ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ്. ഇപ്പൊ നമ്മൾക്ക് പലർക്കും രാവു പകലും പകല് രാവുമാണ്. അടുത്ത് നമ്മൾ വിട്ടുപോയ പല സെലിബ്രിറ്റീസിന്റെയും മരണ കാരണം ഈ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വൈകുന്നേരത്തെ ഭക്ഷണം ഒരു 7:30-ക്കുള്ളിലെങ്കിലും കഴിക്കണം. ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ രോഗനിർണയം എന്ന് പറയുന്നത് പൾസ് ഡയഗ്നോസിസ്, പിന്നെ ഫേസ് ഡയഗ്നോസിസ്, ഐ ഡയഗ്നോസിസ്, ടങ് ഡയഗ്നോസിസ്. വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക. ടേസ്റ്റിന് വേണ്ടി എന്ന് പറഞ്ഞ് വലിച്ചു കയറ്റി ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അക്യുപഞ്ചർ മീൻസ് നമുക്ക് ചില പോയിന്റ്സുകളാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ആ പോയിന്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഈ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, പാത്തോളജി പോലെയുള്ള ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകളൊന്നും പഠിക്കാണ്ട് ചില കേസസ് ചിലർ ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് കൂടുതലാണ്, പക്ഷെ അറിവ് കുറവായിരിക്കും. ഈ ഒരു നോർമൽ അക്യുപഞ്ചറും ന്യൂറോ അക്യുപഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോൾ ബോഡിയിൽ വരുന്നതാണ് അക്യുപഞ്ചർ. അതിൽ ന്യൂറോയും വരുന്നുണ്ടെങ്കിൽ പോലും ഒട്ടുമുക്കാൽ ആൾക്കാരും അതങ്ങനെ ചെയ്യാറില്ല. പലപ്പോഴും പലരും ബോഡി അക്യുപഞ്ചർ മാത്രമാണ് ചെയ്യുന്നത്. ബോഡിയിൽ മാത്രം നീഡിൽ ചെയ്യുന്നതിനാണ് ബോഡി അക്യുപഞ്ചർ. ന്യൂറോ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അതിൽ ബ്രെയിൻ മാപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ സ്ട്രോക്ക് കേസസ്, പോസ്റ്റ് സ്ട്രോക്ക് കേസസ്, പാർക്കിൻസൺസ്, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, പാർക്കിൻസൺസ് അല്ലെങ്കിൽ ഹാഫ് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, വീൽ ചെയർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ അതുപോലെ സ്കിസോഫീനിയ കണ്ടീഷൻ, അതുപോലെ സെറിബ്രൽ പാൾസി, ഓട്ടിസം, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഹൈലി എഫക്റ്റീവ്, ADHD, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഈ ന്യൂറോ സംബന്ധമായ, പ്രത്യേകിച്ച് മൈഗ്രെയിൻ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ന്യൂറോ അക്യുപഞ്ചർ കൊടുക്കുന്നത്. നമ്മൾ അത് തലയിൽ നമ്മൾ ചില പെർട്ടിക്കുലർ പോയിന്റ്സിൽ നീഡിൽ ചെയ്തിട്ട് ഇലക്ട്രിക് സ്റ്റിമുലേഷൻ കൊടുക്കുക. ENMS എന്നാ പറയാം, ഇലക്ട്രോ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻ എന്ന് പറയും. പിന്നെ ബ്രെയിൻ മാപ്പിംഗ് സിസ്റ്റം എന്നൊക്കെ പറയാം. മാം, അപ്പൊ ഒരു സാധാരണ മനുഷ്യന് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അക്യുപഞ്ചർ വഴി ഒരു 3 ടിപ്സ് കൊടുക്കണം. അപ്പൊ മാം എന്തൊക്കെയായിരിക്കും കൊടുക്കുക? അക്യുപഞ്ചർ വഴി കൊടുക്കുവാണെങ്കിൽ, അക്യുപഞ്ചർ മീൻസ് നമുക്ക് ചില പോയിന്റ്സുകളാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ആ പോയിന്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതുപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്, മെറ്റബോളിസം ക്ലിയർ ആവും. അങ്ങനെയുള്ള അതുപോലെ നമുക്ക് ഒരു ഹോമിയോസ്റ്റാറ്റിക് എഫക്ട് കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാത്ത രീതിയിൽ നമുക്ക് അക്യുപഞ്ചറിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ച് ഇതിൽ നമുക്ക് പഥ്യമൊന്നുമില്ല, അത് കഴിക്കരുത് അങ്ങനെ ഒന്നുമില്ല, പക്ഷെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം ഒരു 7:30-ക്കുള്ളിലെങ്കിലും കഴിക്കണം. ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. രാത്രി ഒരു 9 o'clock ആകുമ്പോഴത്തേക്കെങ്കിലും 9 or 10 o'clockനുള്ളിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾക്ക് പലർക്കും രാവു പകലും പകല് രാവുമാണല്ലോ. അപ്പോ ഈ നമുക്കതൊരു ഓർഗൻ ക്ലോക്ക് സിസ്റ്റം എന്നാ പറയാം, അതായത് ബയോളജിക്കൽ റിതം, സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. ആ റിതപ്രകാരം നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഓരോ ഇന്റേണൽ ഓർഗൻസിലോട്ടും അതിൻ്റെതായിട്ടുള്ള പീക്ക് ലെവലിൽ എനർജി ഫ്ലോ പോകുന്നത് ഒരു 2 hours ഇടവിട്ട. അപ്പൊ നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഓഫ് ആവും. അപ്പൊ നമ്മൾ 10-നും 10:30-ക്ക് 11 o'clockനൊക്കെ കുഴിമന്തി, ഗ്രിൽഡ് ചിക്കൻ ഒക്കെ അടിച്ചു കയറ്റുമ്പോൾ ഇതിന് ഓൺ കപ്പാസിറ്റി ഉണ്ടാവില്ല ഡൈജസ്റ്റ് ആവാൻ. അപ്പൊ ചുറ്റുമുള്ള അവയവങ്ങളിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യും. സോ മറ്റ് അവയവങ്ങൾക്ക് എനർജി ഡെഫിഷ്യൻസി വരും. അങ്ങനെയാണ് നമുക്ക് പല ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, കോൺസ്റ്റിപ്പേഷൻ, മൈഗ്രെയിൻ ഇതൊക്കെ വരാനുള്ള കാരണം അതാണ്. പിന്നെ അതുപോലെ ഉറക്കമില്ലായ്മ. ഇന്നിപ്പോ നമുക്കറിയാം ഈ ഒരു അടുത്ത് നമ്മൾ വിട്ടുപോയ പല സെലിബ്രിറ്റീസിന്റെയും മരണ കാരണം ഈ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത് ഉറക്കമില്ലായ്മ തന്നെയാണ്. കാരണം നമ്മുടെ ഉറക്കത്തിലാണ് നമ്മുടെ എല്ലാ മെറ്റബോളിസവും, നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ ഒക്കെ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത്. മെയിൻ്റനൻസ് വർക്ക്, റിപ്പയറിംഗ് വർക്ക് ഒക്കെ നടക്കുന്നത് ബ്രെയിൻ്റെ ആണെങ്കിലും ഉറക്കത്തിലാണ്, എല്ലാ അവയവങ്ങളുടെയും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഉറങ്ങാണ്ടിരിക്കരുത് എന്നുള്ളത്. അപ്പൊ പലപ്പോഴും പലരും ചോദിക്കുക എത്ര അവേഴ്സ് ഉറങ്ങണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാല് ഈ ഒരു നമ്പർ ഓഫ് അവേഴ്സിലല്ല കാര്യം, ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ്. ചില ആൾക്കാർ കണ്ടു ഇങ്ങനെ ഒന്ന് മയങ്ങി എണീക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ചില ആൾക്കാർ 10 മണിക്കൂർ ഉറങ്ങിയാലും ക്ഷീണം മാറില്ല. അവ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയാവണം. നമ്മൾ കുറെ ഭക്ഷണം അടിച്ചു കയറ്റി ഭയങ്കര നോൺ വെജ് അത് ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ല. ചിലർക്ക് ഉറങ്ങും, ചിലർക്ക് ഉറക്കം വരത്തില്ല. ഇനി ഉറങ്ങിയാൽ തന്നെ ക്ഷീണമായിട്ടായിരിക്കും എണീക്കുക.
അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക, ആവശ്യമില്ലാണ്ട് നമ്മൾ ടേസ്റ്റിന് വേണ്ടി എന്ന് പറഞ്ഞ് വലിച്ചു കയറ്റി ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ അധികം നല്ലതല്ല, ഗട്ട് ഹെൽത്തിനെ ബാധിക്കും. പിന്നെ അധികം ഈ പറഞ്ഞ ബേക്കറി പലഹാരങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മാക്സിമം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ അലോപ്പതി മെഡിസിനും ഈ ചൈനീസ് ട്രീറ്റ്മെന്റും തമ്മിൽ കമ്പൈൻ ചെയ്താൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റുമോ ഒരു പേഴ്സണൽ? ഓഫ് കോഴ്സ് പറ്റും. കാരണം നമുക്കിപ്പോ ചൈനയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, മോഡേൺ ഹോസ്പിറ്റലൊക്കെ അക്യുപഞ്ചറിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇന്ന് കേരളത്തിൽ നമുക്ക് അറിയപ്പെടുന്ന പല ഹോസ്പിറ്റലും ഉണ്ട്. പക്ഷെ അത് അവർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് അക്യുപഞ്ചറാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ആരുടെയും മെഡിസിൻസ് ആരുടെയും നിർത്താറില്ല. കാരണം മെഡിസിൻ നിർത്താനുള്ള റേറ്റ്സ് നമുക്ക് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ആ മെഡിസിൻസിന്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റും കൂടി മുമ്പോട്ട് പോകാം. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കഴിച്ചിട്ട് മാറാത്ത ഒരാളായിരിക്കുമല്ലോ നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതിന്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡോസേജ് കുറക്കുന്നത് വിത്ത് ദ കൺസേൺ ഓഫ് ഏത് ഡോക്ടറാണോ കൊടുത്തത് ആ ഡോക്ടറിന്റെ കൺസേൺ പ്രകാരം. അപ്പോൾ എന്നിട്ട് കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ BP മെഡിസിൻസ് നടത്തിയവരുണ്ട്, ഡയബറ്റിക് മെഡിസിൻ നടത്തിയവരുണ്ട്. ഇതൊന്നും ഞാൻ നിർത്തിച്ചതല്ല. രോഗം ഇല്ലെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കണ്ട. മാം, അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ മെമ്മറി, ഇതിനൊക്കെ ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? ഇത് കോൺസെൻട്രേഷൻ, മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ചില കേസസിൽ നമുക്ക് ചിലപ്പോൾ പലരുടെയും അറിയാം, ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് ഈ കോൺഷ്യസ്നെസ് ഹൈയിൽ നിൽക്കത്തില്ല. അവരുടെ കോൺസെൻട്രേഷൻ ഭയങ്കര കുറയും. അത് കോൺഷ്യസ്നെസ്സിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ അതിൽ നമുക്ക് ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ചില പോയിന്റ്സിൽ നമുക്ക് തലയിലും ഉണ്ട്, കയ്യിലൊക്കെ അതിന്റെ പോയിന്റ് ഉണ്ട്. അതിൽ നമുക്ക് ഈ കോൺസെൻട്രേഷൻ കൂട്ടാനും അതുപോലെ തന്നെ മെമ്മറി പവറിനെ കൂട്ടാനും ഒക്കെ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഡിമെൻഷ്യ കേസസിനൊക്കെ ന്യൂറോ അക്യുപഞ്ചർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് മെമ്മറിനെ കൂട്ടാൻ വേണ്ടി തന്നെയാണ്. ചൈനീസ് ട്രീറ്റ്മെന്റ് അഥവാ അക്യുപങ്ചർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആണ് ചെയ്യുന്നത്. അതപ്പോ അതല്ലാതെ ചെയ്യുന്നവര് ചെയ്യുമ്പോ എന്തൊക്കെ റിസ്ക് എലമെന്റ്സ് ആണ് ഉണ്ടാവുക? അത് ചോദിച്ചു കഴിഞ്ഞാല് കാരണം നോളജ് ഈസ് മാൻഡറ്ററി. നമുക്ക് ചില ആൾക്കാരുടെ നമുക്ക് ടു ബി ഫ്രാങ്ക് പറയാൻ, ചില യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ്, അവർക്ക് ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം. പക്ഷെ നമുക്ക് ഏതൊരു മേഖലയാണെങ്കിലും ഹെൽത്ത് കുറെ കൂടി കൺസേൺ ആവണം. കാരണം നമ്മളൊരു മനുഷ്യകുലത്തെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളും മനുഷ്യന്മാരാണ്. അപ്പോൾ ഒരു മനുഷ്യകുലത്തിന് യാതൊരുവിധ കേടുപാടും സംഭവിക്കാണ്ടിരിക്കാനാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ചികിത്സകൻ ഉള്ളത്. അപ്പൊ നമ്മൾ അതിന് വളരെ കൺസേൺ ആയിട്ടിരിക്കണം, വളരെ അലേർട്ട് ആയിട്ടിരിക്കണം ഒരു മനുഷ്യനെ തൊടുമ്പോൾ. അപ്പോൾ പലപ്പോഴും ഇതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക് നോളജിൽ വരുമ്പം ഈ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, പാത്തോളജി പോലെയുള്ള ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകളൊന്നും പഠിക്കാണ്ട് ചില കേസസിൽ ചിലർ ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് കൂടുതലാണ്, പക്ഷെ അറിവ് കുറവായിരിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഫിഡൻസിനേക്കാളും കൂടുതൽ ആദ്യം ഉണ്ടാക്കേണ്ടത് അറിവ് തന്നെയാണ്. അപ്പൊ നോളജ് നല്ലോണം അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. വല്ല റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് അങ്ങനെ കൂടുതൽ സൈഡ് എഫക്ട്സുകളൊന്നും വരാൻ പോകുന്നില്ല. റിസ്ക് ഫാക്ടേഴ്സ് ചിലപ്പോൾ റിസൾട്ട് കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. നമ്മളൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ നമ്മൾ കാണാൻ പോകും, ഒരു കൺസൾട്ടേഷൻ ആയിട്ട് പോകുമ്പോൾ നമ്മൾ പല റിസൾട്ട് ആയിട്ടാ പോവാ. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട്, ECG റിസൾട്ട്, അങ്ങനെ പലതുമായിട്ട് പോകാറുണ്ട്. അപ്പൊ ഒരു അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കൊണ്ടുപോകേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വേർഡാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ദാറ്റ് ഇസ് എ ട്രഡീഷണൽ വേ. സോ ട്രീറ്റ്മെന്റ് ട്രഡീഷണൽ വേ ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ ഡയഗ്നോസിസ് മെത്തേഡും ട്രഡീഷണൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കൂട്ടോ, ഒന്നും നോക്കാണ്ടിരിക്കില്ല. MRI, ECG, X-ray എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കും. ദാറ്റ്സ് എ മോഡേൺ ടെക്നിക്. ദെൻ അക്യുപഞ്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഡയഗ്നോസിസ് മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പൾസ് ഡയഗ്നോസിസ്. പൾസ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻസിൽ ഒരു മിനിറ്റിൽ 72 ടൈംസ് അങ്ങനെ ഇടിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഇന്റേണൽ ഓർഗൻസിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറയും പൾസ് നോക്കിയിട്ട് രോഗം കണ്ടുപിടിക്കുന്ന ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും, ഈവൻ ഇമോഷണൽ ഇംബാലൻസ് വരെ പൾസിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഒന്ന് നമ്മുടെ രോഗനിർണയം എന്ന് പറയുന്നത് പൾസ് ഡയഗ്നോസിസ്, പിന്നെ ഫേസ് ഡയഗ്നോസിസ്, ഐ ഡയഗ്നോസിസ്, ടങ് ഡയഗ്നോസിസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്നോസിസ് മെത്തേഡ് ഉണ്ട്. ഈ ഡയഗ്നോസിസിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളതാണ്. അത് നോക്കും. ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻസിന്റെ ഈ പറഞ്ഞ ഡയഗ്നോസിസ് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക.